നിങ്ങൾ എപ്പോഴെങ്കിലും തകർന്നുപോയൊരു സ്വപ്നം കണ്ടിട്ടുണ്ടോ? അതിനുശേഷവും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലാവുകയും ഹൃദയം ഒരു വിചിത്രമായ ഉത്കണ്ഠയോടെ മിടിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പെട്ടെന്നെഴുന്നേറ്റ് കിടക്കയിലിരുന്നു, നെറ്റിയിൽ വിയർപ്പുണ്ടായിരുന്നു. ശാന്തനാകൂ, ഇതൊരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് സ്വയം ആശ്വസിപ്പിച്ചു. എന്നാൽ അത് സത്യത്തിലൊരു സ്വപ്നം മാത്രമായിരുന്നോ? ഒരു സാധാരണ സ്വപ്നമെന്ന് കരുതി നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നത് ഒരു ഭാവനയല്ല, മറിച്ച് നിങ്ങളുടെ അവബോധ മനസ്സിലൂടെ പ്രപഞ്ചമയച്ച ഏറ്റവും വലിയ അലാറം സന്ദേശമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വരാനിരിക്കുന്ന ഏതെങ്കിലും അപകടത്തിൽ നിന്നോ, വഞ്ചനയിൽ നിന്നോ, ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിൽ നിന്നോ നിങ്ങളെ രക്ഷിക്കാനയച്ച സന്ദേശം. ചില സ്വപ്നങ്ങൾ വെറുമൊരു രാത്രിയിലെ കഥയല്ല, അവ വരാനിരിക്കുന്ന വഴിത്തിരിവുകൾക്ക് മുൻപുള്ള പ്രപഞ്ചത്തിന്റെ നിശബ്ദമായ തട്ടലാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ അവഗണിച്ചാൽ സൃഷ്ടി നിങ്ങൾക്കായി അയച്ച ഈ സൂചന കോഡ് അഴിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കില്ല. പ്രപഞ്ചത്തിന്റെ സൂചനകൾ അവഗണിക്കുന്നവർ തിരികെ വരാൻ വഴിയില്ലാത്ത സാഹചര്യങ്ങളിൽ എത്തിപ്പെടാറുണ്ട്. എല്ലാ സ്വപ്നങ്ങളും മനസ്സിന്റെ ഭാവനയാണോ, അതോ ചില സ്വപ്നങ്ങൾ ഭാവി അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണോ ഇത്ര ആഴത്തിൽ ഓർമ്മ നിൽക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ ഹൃദയം ഉത്കണ്ഠപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് നമ്മൾ മനസ്സിന്റെ ആ ആഴമേറിയ രഹസ്യലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. അവിടെ നിന്നാണ് ഭാവിയുടെ സൂചനകൾ വരുന്നത്. നിങ്ങളുടെ മസ്തിഷ്കം എങ്ങനെയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും ആ നിയന്ത്രണം തകർത്ത് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ശബ്ദം എങ്ങനെ കേൾക്കാമെന്നും ഇന്ന് നിങ്ങൾ മനസ്സിലാക്കും. തുറന്ന കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമാണ് സത്യം എന്ന് കരുതുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ദിവസം മുഴുവൻ നമ്മൾ ഈ ഭൗതിക ലോകത്തിന്റെ നെട്ടോട്ടത്തിലാണ്. പണം, ബന്ധങ്ങൾ, ജോലി, ആശങ്കകൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം. നമ്മുടെ മസ്തിഷ്കം തുടർച്ചയായി ഇവയുടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വലിയ ബഹളത്തിൽ നമ്മുടെ ആത്മാവിന്റെ ശബ്ദവും പ്രപഞ്ചത്തിന്റെ ശബ്ദവുമായ ആ ചെറിയ നിശബ്ദ ശബ്ദം നഷ്ടപ്പെടുന്നു. സങ്കൽപ്പിക്കുക, നിങ്ങൾ ഗാഢനിദ്രയിലാണ്. പെട്ടെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു, നിങ്ങൾ ഉയർന്ന ഏതോ സ്ഥലത്തുനിന്ന് താഴേക്ക് വീഴുന്നു, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കുന്നു, അല്ലെങ്കിൽ ഇരുണ്ട വഴിയിൽ നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തില്ലാത്ത ആരെങ്കിലും നിങ്ങളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾക്കൊരു വിചിത്രമായ ഭാരം അനുഭവപ്പെടുന്നു, നെഞ്ചിലൊരു സമ്മർദ്ദം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തർക്കപരമായ കാരണങ്ങളൊന്നുമില്ലാതെ ഹൃദയം അസ്വസ്ഥമാകുന്നു. എന്തോ മോശമായത് സംഭവിക്കാൻ പോകുന്നുവെന്ന് എനിക്കെന്തുകൊണ്ട് തോന്നുന്നുവെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്നു. നമ്മുടെ വേദനയും കുഴപ്പങ്ങളും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. സ്വപ്നങ്ങൾക്കർത്ഥമില്ലെന്നാണ് ആധുനിക ലോകം നമ്മെ പഠിപ്പിച്ചത്. രാത്രി എന്തെങ്കിലും കട്ടികൂടിയ ഭക്ഷണം കഴിച്ചതുകൊണ്ടാകും, അല്ലെങ്കിൽ പകൽ മുഴുവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ടാകും സ്വപ്നം കണ്ടത്. അത് മറന്നേക്കൂ എന്ന് ആളുകൾ പറയുന്നു. നമ്മൾ ആ സ്വപ്നത്തെയും ആഴത്തിലുള്ള അസ്വസ്ഥതയെയും അടിച്ചമർത്തുന്നു. നമ്മൾ ദിനചര്യകളിൽ മുഴുകുന്നു. ആ ഭയം നമ്മെ അലട്ടാതിരിക്കാൻ നമ്മൾ സ്വയം തിരക്കിലാകുന്നു. എന്നാൽ ആ സ്വപ്നവും ആ കാഴ്ചയും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകുന്നില്ല. അത് ദിവസങ്ങളോളം, ആഴ്ചകളോളം, ചിലപ്പോൾ വർഷങ്ങളോളം നമ്മുടെ മനസ്സിലൊരു മങ്ങിയ ചിത്രം പോലെ തങ്ങി നിൽക്കുന്നു. ചില സ്വപ്നങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ആഴത്തിൽ ഓർമ്മ നിൽക്കുന്നത്? കാരണം അതൊരു സാധാരണ സ്വപ്നമല്ലെന്ന് നിങ്ങളുടെ ആത്മാവിനറിയാം. പ്രപഞ്ചം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്തൊരു ഫയലായിരുന്നു അത്. എന്നാൽ നിങ്ങളുടെ യുക്തിസഹമായ മനസ്സ് അത് തുറക്കാൻ ഭയപ്പെടുന്നു. മനുഷ്യൻ എന്തുകൊണ്ടാണ് അലയുന്നത്? കാരണം അവൻ പുറത്ത് എല്ലായിടത്തും വഴി തിരയുകയാണ്. പുസ്തകങ്ങളിൽ, ആളുകളുടെ ഉപദേശങ്ങളിൽ, ഇന്റർനെറ്റിൽ. എന്നാൽ ഏറ്റവും കൃത്യമായ GPS-ഉം ഏറ്റവും യഥാർത്ഥ മുന്നറിയിപ്പും അവനുള്ളിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തെറ്റായ ഒരാൾ പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തെ നശിപ്പിക്കുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ, പ്രപഞ്ചം നിങ്ങൾക്ക് ഇമെയിൽ അയയ്ക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ അവബോധ മനസ്സിന്റെ വാതിലിലൂടെ പ്രവേശിക്കുന്നു. അത് സ്വപ്നങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. എന്നാൽ നമ്മുടെ ഭയത്തിന്റെയും അജ്ഞതയുടെയും ബഹളത്തിൽ ആ തട്ടലിനെ നമ്മൾ മുങ്ങിപ്പോകാൻ അനുവദിക്കുന്നു എന്നതാണ് നമ്മുടെ ദുരന്തം. ആ മുന്നറിയിപ്പ് സത്യമായി മാറുമ്പോൾ, ആ മോശം വഴിത്തിരിവ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ, എനിക്കിത് മുൻപേ തോന്നിയതാണ്, എനിക്ക് സ്വപ്നം പോലും വന്നിരുന്നു എന്ന് നമ്മൾ തലയിൽ കൈവച്ചു പറയുന്നു. മുൻപേ തോന്നിയ ആ വികാരമാണ് നിങ്ങളുടെ അന്തർജ്ഞാനം. അതിനെ നിങ്ങൾ അടിച്ചമർത്തിയിരുന്നു. ഇത് നിങ്ങളുടെ മാത്രം കഥയല്ല. ഉള്ളിലെ ഈശ്വരീയ ശക്തിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഓരോ മനുഷ്യന്റെയും വേദനയാണിത്. നമ്മളെല്ലാവരും ഈ ഭ്രമവ്യൂഹത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവിടെ സ്വന്തം ആത്മാവിന്റെ സൂചനകളെപ്പോലും നമ്മൾ സംശയത്തോടെ കാണുന്നു. ഇനി ഈ രഹസ്യത്തിന്റെ ഏറ്റവും ആഴമേറിയ സത്യം മനസ്സിലാക്കൂ. മുന്നറിയിപ്പ് നൽകുന്ന സ്വപ്നങ്ങൾ സത്യത്തിൽ സൂചനകൾ നൽകുന്നുണ്ടോ? ഇത്തരം സ്വപ്നങ്ങൾ അന്തർജ്ഞാനത്തെ ഉണർത്തുന്നുണ്ടോ? ഇതിന്റെ ഉത്തരം ഉണ്ട് എന്നാണ്. ഇത് വെറുമൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് ബോധത്തിന്റെ ഏറ്റവും ഉയർന്ന ശാസ്ത്രമാണ്.
നമ്മുടെ ശാസ്ത്രങ്ങളിൽ സ്വപ്നശാസ്ത്രത്തെക്കുറിച്ച് പൂർണ്ണമായി വിവരിച്ചിട്ടുണ്ട്. യോഗനിദ്രയിലും ആത്മീയതയിലും ഇതിനെ സൂക്ഷ്മശരീരത്തിന്റെ യാത്ര എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഭൗതിക ശരീരവും എല്ലാറ്റിലും യുക്തി തിരയുന്ന യുക്തിസഹമായ മനസ്സും ഉറങ്ങുന്നു. നിങ്ങളുടെ അഹംഭാവം ശാന്തമാകുന്നു. ആ സമയത്ത് നിങ്ങളുടെ ആത്മാവും അവബോധമനസ്സും പൂർണ്ണമായും സ്വതന്ത്രമാണ്. നമ്മുടെ അവബോധമനസ്സ് ബോധമനസ്സിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് ശക്തിയുള്ളതാണെന്ന് ശാസ്ത്രവും അംഗീകരിക്കുന്നു. നമ്മുടെ തുറന്ന കണ്ണുകൾക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളും പാറ്റേണുകളും കാണാൻ അതിന് കഴിയും. ഇതൊരു ലളിതമായ കഥയിലൂടെ മനസ്സിലാക്കൂ. സമുദ്രത്തിൽ വിനാശകരമായ കൊടുങ്കാറ്റോ ഭൂകമ്പമോ ഉണ്ടാകാൻ പോകുമ്പോൾ മനുഷ്യരുണ്ടാക്കിയ റഡാറുകളും യന്ത്രങ്ങളും അത് പിന്നീട് മാത്രമാണ് കണ്ടെത്തുന്നത്. എന്നാൽ മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും മണിക്കൂറുകൾക്ക് മുൻപ് വിചിത്രമായി പെരുമാറാൻ തുടങ്ങുന്നു. അവ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഓടുന്നു. എന്തുകൊണ്ട്? കാരണം അവരെ ഭ്രമിപ്പിക്കുന്ന യുക്തിസഹമായ മനസ്സ് അവർക്കില്ല. പ്രപഞ്ചത്തിന്റെ ആ സൂക്ഷ്മമായ സ്പന്ദനം അവർ നേരിട്ട് അനുഭവിക്കുന്നു. നിങ്ങളുടെ അവബോധമനസ്സും ആ മൃഗത്തെപ്പോലെയാണ്. നിങ്ങളുടെ യുക്തിസഹമായ മനസ്സ് മനുഷ്യന്റെ യന്ത്രത്തെപ്പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായൊരു ഭൂകമ്പമുണ്ടാകാൻ പോകുമ്പോൾ, വഞ്ചന, രോഗം, സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ വലിയൊരു സംഭവമുണ്ടാകുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഊർജ്ജത്തിൽ ഒരു സ്പന്ദനമുണ്ടാകുന്നു. പകൽ സമയത്ത് നിങ്ങളുടെ മനസ്സിന് ആ സ്പന്ദനം അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ രാത്രിയിലെ നിശബ്ദതയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ അവബോധമനസ്സ് ആ അപകടം തിരിച്ചറിയുന്നു. അവബോധമനസ്സിന് വാക്കുകളുടെ ഭാഷയില്ലാത്തതിനാൽ അത് ചിത്രങ്ങൾ, വികാരങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായി തോന്നുന്നത്. സ്വപ്നത്തിൽ നിങ്ങളെ കടിക്കാൻ വരുന്ന പാമ്പ് യഥാർത്ഥത്തിൽ ഒരു പാമ്പല്ല, മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള അസൂയാലുവായ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വിഷമയമായ ഒരു സാഹചര്യമോ ആണ്. ഉയരത്തിൽ നിന്ന് വീഴുന്നത് കരിയറിലോ ബന്ധങ്ങളിലോ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന ഭയമാണ്. പ്രപഞ്ചം നിങ്ങളുടെ ശത്രുവല്ല. അത് സ്വപ്നത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അത് സ്വപ്നത്തിലൂടെ സമയത്തിനു മുൻപ് നിങ്ങളെ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. ആ സ്വപ്നം ഒരു കവചമാണ്, നിങ്ങളെ സംരക്ഷിക്കാൻ പ്രപഞ്ചമയച്ച ഒരു കവചം. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ രാവിലത്തെ അസ്വസ്ഥത ഭയത്തിനു പകരമായി ജാഗ്രതയായി മാറുന്നു. നിങ്ങളുടെ ആറാം ഇന്ദ്രിയം പൂർണ്ണമായും ഉണരുന്നു. ഇനി ഉയർന്നുവരുന്ന ഏറ്റവും വലിയ ചോദ്യം സ്വപ്നത്തിനു ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സന്ദേശം എങ്ങനെ കോഡഴിച്ചെടുക്കാം? നമ്മുടെ ആത്മീയബോധം എങ്ങനെ വർദ്ധിപ്പിക്കാം? ഇതിനായി ദിവസേനയുള്ള ജീവിതത്തിൽ 3 ശക്തമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. 1. നിങ്ങളുടെ ചിന്തയും മനോഭാവവും പൂർണ്ണമായും മാറ്റുക. സ്വപ്നങ്ങളെ തള്ളിക്കളയുന്ന ശീലം ആദ്യം അവസാനിപ്പിക്കണം. ഇനി മുതൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സ്വപ്നം കണ്ടു ഉണരുമ്പോൾ അത് ഒന്നുമല്ലെന്ന് സ്വയം പറയരുത്. പകരം ദീർഘശ്വാസമെടുത്ത് പ്രപഞ്ചത്തിന്റെ ഈ സന്ദേശം ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് സ്വയം പറയുക. ഈ ചെറിയ മാനസിക മാറ്റം നിങ്ങൾ ഉണർന്നിരിക്കുകയാണെന്നും ജാഗരൂകനാണെന്നുമുള്ള സൂചന അവബോധമനസ്സിന് നൽകുന്നു. നിങ്ങൾ അന്തർജ്ഞാനത്തെ ബഹുമാനിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. 2. രാവിലത്തെ ആദ്യ 5 മിനിറ്റിലെ വിശുദ്ധ നിയമം. ഉണരുമ്പോൾ തന്നെ ഫോണിലേക്ക് കൈ നീളുന്നതാണ് ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ രോഗം. എഴുന്നേറ്റയുടൻ മറ്റുള്ളവരുടെ ജീവിതവും സോഷ്യൽ മീഡിയയും ലോകത്തിന്റെ ബഹളവും മനസ്സിലേക്ക് നിറയ്ക്കുന്നു. ഇനി മുതൽ ഏതെങ്കിലും മുന്നറിയിപ്പ് സ്വപ്നം കണ്ടാൽ രാവിലെ എഴുന്നേറ്റ ശേഷം കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ഫോൺ തൊടരുത്. കിടക്കയിൽ ശാന്തമായിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. ആ അസ്വസ്ഥതയും ഭയവും അനുഭവിക്കുക, അതിൽ നിന്ന് ഓടിയൊളിക്കരുത്. നെഞ്ചിൽ കൈവച്ച് സ്വയം ചോദിക്കുക, ഈ സ്വപ്നം ഏത് വ്യക്തിയിൽ നിന്നോ ജോലിയിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ വിട്ടുനിൽക്കാനാണ് എന്നോട് പറയുന്നത്? നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ചിന്തയായിരിക്കും യഥാർത്ഥ ഉത്തരം. 3. ഡ്രീം ജേണലും ജലതത്വ പരിശീലനവും. കിടക്കക്കരികിൽ എപ്പോഴും ഒരു ചെറിയ ഡയറിയും പേനയും വയ്ക്കുക. ഇതിനൊരു ഡ്രീം ജേണലാക്കുക. രാവിലെ എഴുന്നേറ്റയുടൻ ഓർമ്മയുള്ള സ്വപ്നം ഉടൻ എഴുതിവെക്കുക. കാരണം 10 മിനിറ്റിനു ശേഷം മസ്തിഷ്കം അതില്ലാതാക്കും. ആ ചിഹ്നങ്ങൾ കടലാസിൽ എഴുതുമ്പോൾ പതുക്കെ ഒരു പാറ്റേൺ മനസ്സിലാകാൻ തുടങ്ങും. സ്വപ്നം വളരെ നിഷേധാത്മകമായിരുന്നുവെങ്കിൽ ഉടൻ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കൈകാലുകളും മുഖവും കഴുകുക. ഊർജ്ജത്തെ ആഗിരണം ചെയ്യാനും ശുദ്ധീകരിക്കാനുമുള്ള അത്ഭുതകരമായ കഴിവ് വെള്ളത്തിനുണ്ട്. ഈ സ്വപ്നത്തിന്റെ നിഷേധാത്മക ഊർജ്ജം ജലത്തോടൊപ്പം ഒഴുക്കിവിട്ടു എന്ന് മനസ്സിൽ വിചാരിക്കുക.
ഈ പ്രപഞ്ചവും പരമശക്തിയും നിങ്ങളെ ഭയപ്പെടുത്താൻ ഒരിക്കലും ഒരു കളിയും കളിക്കുന്നില്ല എന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങൾ ആ പരമപിതാവിന്റെ, ആ ശിവന്റെ, ആ കോസ്മിക് ഊർജത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വരുന്നു, ഉറങ്ങുന്ന കുട്ടിയുടെ നെറ്റിയിൽ തലോടുകയും കിടക്കയിൽ നിന്ന് താഴെ വീഴാതെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരമ്മയെപ്പോലെ. നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് സ്വപ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തോട് വളരെ അടുത്താണ് എന്നാണ്. അവർ നിങ്ങൾക്ക് ആ ഭാവി കാണിച്ചു തന്നത് അത് മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കുള്ളതുകൊണ്ടാണ്. സംഭവിച്ചു കഴിഞ്ഞത് മാറ്റാൻ കഴിയില്ല, എന്നാൽ സംഭവിക്കാൻ പോകുന്നതിനെ നിങ്ങളുടെ ഇന്നത്തെ ജാഗ്രത കൊണ്ട് പൂർണ്ണമായും മാറ്റാൻ കഴിയും. ആ സ്വപ്നം ഒരു ശിക്ഷയല്ല, ഒരു അനുഗ്രഹമായിരുന്നു, ഒരു സംരക്ഷണ കവചമായിരുന്നു. ഉള്ളിലെ ഈ ദിവ്യശബ്ദത്തെ വിശ്വസിക്കാൻ തുടങ്ങൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പ്രപഞ്ചം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ ഭയന്നവനല്ല, മറിച്ച് പ്രപഞ്ചത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ശക്തനായ ഒരു മനുഷ്യനാണ്.